മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്തെ പുതിയ അണക്കെട്ട് നിയന്ത്രണ സംവിധാനം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഡാമുകളിലെ മണലും ചെളിയും നദികളിൽ കെട്ടിക്കിടക്കുന്ന മണലും നീക്കം ചെയ്യും. ഫ്ലഡ് മാപ്പിംഗ് നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യക്ക് മോഡലായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസിലിയൻസ് പ്രോഗ്രാം കേരളത്തിൽ, അതിൽ ക്ലൈമറ്റ് പ്രഡിക്ഷൻ ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ, ലോകത്തുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷൻ, അതിൻ്റെ വാർണിംഗ് സിസ്റ്റം ഇഫക്റ്റീവാകും. പിന്നെ ഫ്ലഡ് മാപ്പ്, ഈ പറയുന്ന പ്രോൺ ആയിട്ടുള്ള ഏരിയ, അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഫ്ലഡ് മാപ്പിംഗ് നടത്തി അത് നേരത്തെ പ്രഖ്യാപിച്ച ഫലപ്രദമായ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസിലിയൻസ് സിസ്റ്റം കൊണ്ടുവരും. അതിൻ്റെ ഭാഗമായിട്ട് ഡാമുകളിലെ മണൽ മാറ്റും. കാരണം ഡാമുകളിൽ നന്നായി മണലും ചെളിയടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ കുറച്ച് നിരന്തരമായി പെയ്തു കഴിഞ്ഞാൽ ആ ഡാമുകൾ നിറഞ്ഞു കഴിയുന്ന സ്ഥിതി വരും. ഇപ്പോൾ മഴ പെയ്യായിരുന്നത് കൊണ്ടാണ് നമ്മളൊരു 50%, 52% ആയിട്ട് ഡാമിലെ ജലശേഖരം നിൽക്കുന്നത്. ഇപ്പോൾ ഡാമിലെ ഡീസിൽറ്റി, അതോടൊപ്പം നദികളിൽ 2018 അരിഞ്ഞിരിക്കുന്ന മണ്ണാണ് ഈ പ്രശ്നം. മണ്ണും ചെളിയുമാണ്. മണ്ണും ചെളിയും വേസ്റ്റും ഒക്കെ കെട്ടിക്കിടക്കുക. നമുക്ക് പലതരത്തിൽ അത് ബാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, ചെറിയ മഴ പെയ്താൽ അപ്പോൾ തന്നെ ഫ്ലഡ് ആവുക. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീം റവന്യൂ ഡിപ്പാർട്ട്മെന്റും ജലസേചന വകുപ്പും കൂടി ആവിഷ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഷീജ കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഷീജ, ഈ പ്രളയ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതിൽ മരണമടഞ്ഞവരുടെ എണ്ണം, ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പുകളിലെ മാനേജ്മെന്റ്, ഡാമുകൾ മാനേജ് ചെയ്യുന്ന സംവിധാനങ്ങൾ പുതിയതായി കൊണ്ടുവരുമെന്നതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം ഇതിനിടെ ഉയർന്നു വന്ന പല വിവാദ വിഷയങ്ങളും മുഖ്യമന്ത്രി അതിലും മറുപടി നൽകുകയുണ്ടായി. പക്ഷേ കൂടുതലും ചോദ്യങ്ങളോട് അസഹിഷ്ണുതയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായും? തീർച്ചയായും പക്ഷേ ആ രീതിയിൽ തന്നെയായിരുന്നു. കാരണം ഈ തുടക്കത്തിൽ അദ്ദേഹം ഈ നിലവിലെ സംസ്ഥാനത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് എത്ര പേർ ദുരിതാശ്വാസ ക്യാമ്പുകളും മരണം, അതുപോലെ തന്നെ ഈ പുതിയ റെസിലിയൻസ് പദ്ധതി കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഫ്ലഡ് മാപ്പിംഗ് നടത്തുന്നത് സംബന്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഈ പ്രകൃതി ദുരന്തത്തെ തുടർന്ന് നിലവിലിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ പ്രധാനമായും പല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തൊരു സാഹചര്യമാണ്. പലയിടങ്ങളിലും കറണ്ട് പോലും ഇല്ലാത്തൊരു സാഹചര്യം, വൈദ്യുതി ഇല്ലാത്ത സാഹചര്യത്തെ തുടർന്ന് പലരും കഴിഞ്ഞ ദിവസം രാത്രി വരെയും ബുദ്ധിമുട്ടിയത് ഇന്ന് രാവിലെയും പലരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. അതടക്കമുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി പക്ഷേ അതൊന്നും കേട്ട ഒരു ഭാവമേ വെക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും എല്ലാ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഭക്ഷണം, വൈദ്യുതി, മരുന്ന് എന്നിവയെല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട് എന്നൊരു മറുപടി മാത്രമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിനുള്ള ഉദാഹരണങ്ങൾ, ഏതൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അതിനൊന്നും തന്നെ ഒരു തരത്തിലുള്ള മറുപടിയും പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ആ ചോദ്യങ്ങളെ തന്നെ പാടെ അവഗണിക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും 2 മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവമുണ്ട്. അതിന്നിപ്പോൾ 6ാം ദിനമായിരിക്കുന്നു. ഈ 6ാം ദിനമായിട്ടും എന്തുകൊണ്ട് ഫിഷറീസ് മന്ത്രി ഈ സ്ഥലങ്ങളിൽ സന്ദർശിച്ചില്ല, ആ കുടുംബങ്ങളെ സന്ദർശിച്ചില്ല എന്ന ചോദ്യത്തിന് അതും പാടെ അവഗണിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചൊരു നിലപാടെന്ന് പറയുന്നത്. അതിനു പുറമെ മറ്റൊരു വിഷയം ഉയർന്നു വന്നത് ഈ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടതിനപ്പുറത്തേക്ക് പുനർജനി കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പുനർജനി കേസിന്റെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് റിപ്പോർട്ടുകൾ വന്നത്. ഈ സർക്കാരിന്റെ കാലത്തല്ല. ആ റിപ്പോർട്ടുകളെല്ലാം കഴിഞ്ഞ സർക്കാർ ആ രീതിയിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. തുടർ നടപടി സ്വീകരിക്കാതെ അത് CBI അന്വേഷണത്തിന് വേണ്ടി ശുപാർശ ചെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സർക്കാർ വന്നപ്പോൾ വീണ്ടും വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് അവസാനിപ്പിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും എന്നാൽ പുനർജനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങ് എത്ര ഫണ്ടാണ് ശേഖരിച്ചത്, അതോടൊപ്പം തന്നെ എത്രത്തോളം തുക അതിൽ നിന്നും വിനിയോഗിച്ചു എന്നതിന്റെ കണക്ക് വ്യക്തമാക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അതും പാടെ അവഗണിക്കുന്ന ഒരു മറുപടി. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കണക്കുകളും എല്ലാവർക്കും അറിയാവുന്നതാണ്. തന്റെ മണ്ഡലത്തിലുള്ളവരോട് ചോദിച്ചാൽ മതി എന്ന രീതിയിൽ അതിൽ മറുപടി പറഞ്ഞു പോകാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. ഏതായാലും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ വലിയ തരത്തിലുള്ള വീഴ്ച ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതിന് അപ്പുറത്തേക്ക് അതേക്കുറിച്ചൊന്ന് കേൾക്കാൻ പോലും തയ്യാറല്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ ഇന്ന് കണ്ടത് എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അക്ഷയ്. ശരി ഷീജ.